പിന്നെ പ്രത്യേകതകളുടെ കാര്യം പറയുമ്പോൾ വേറൊരു പ്രധാന കാര്യം ഉണ്ട് കേട്ടോ. അതായത് നമ്മളിവിടെ ലാലൂർ ദേവസ്ഥാനത്ത് ഒരിക്കലും ഫലം ഇച്ഛിച്ചിട്ട് കർമ്മം ചെയ്യാറില്ല. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വാട്സാപ്പിൽ വന്ന് നാളും പേരും അവരുടെ കഷ്ടതകളൊക്കെ പറയും. അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ ചെയ്യും. പുഷ്പാർച്ചന ചെയ്യണതിനൊന്നും പൈസയൊന്നും കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് അവർ യൂട്യൂബിൽ നമുക്ക് വേണ്ടി ലൈക്ക് അടിക്കുക. ഇപ്പം യൂട്യൂബ് ചെക്ക് ചെയ്താൽ തന്നെ കാണാം, കൂടി വന്നാൽ എനിക്ക് 50-ൽ കൂടുതൽ ലൈക്കൊന്നും കിട്ടാറില്ല. ഇതറിഞ്ഞിട്ട് പോലും ഞാൻ ആരുടെയും പുഷ്പാഞ്ജലി ഒരു ദിവസം 700ഓളം പുഷ്പാഞ്ജലി ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട്. എല്ലാവരുടെ സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ട് 700ഓളം പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. എന്നാൽ ലൈക്ക് അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇന്ന വരെ കുറച്ചിട്ടില്ല. അതും ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകതകളാവാട്ടോ. നമ്മൾ ഫലം വീക്ഷിച്ച് കർമ്മം ചെയ്യാത്തത് കൊണ്ട് കാര്യനിവൃത്തി കൂടുതൽ സാധ്യതകളുണ്ടാവാം. അതൊക്കെ ആയിരിക്കാം ഈ കാര്യനിവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് ഞാൻ കരുതുന്നു. ഇവിടുത്തെ രീതി തന്നെ അതാണെന്ന്. അതായത് ഇവിടെ പുഷ്പാഞ്ജലി അർപ്പിക്കുന്നതിന് പൈസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല. അവർക്ക് എല്ലാവർക്കും വേണ്ടി സർവൈശ്വര്യത്തിന് വേണ്ടി ഇവിടെ പ്രത്യേക പൂജ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ മൂർത്തി ജപം ജപിക്കുന്ന സമയത്ത് ഇവിടുത്തെ മൂർത്തികൾ ഇവിടുത്തെ വിഗ്രഹത്തിലിരിക്കുന്ന അതേ ചൈതന്യം നിങ്ങളുടെ നാണയത്തിലേക്ക് വന്ന് നാണയത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ ആവാഹിച്ചിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനത്തിന് ആവശ്യമില്ല. ഇവിടെ ക്ഷേത്രത്തിൽ വരിക, ഭണ്ണാരത്തിൽ കാശിടുക, അങ്ങനെയുള്ള രീതികളൊന്നും നിർബന്ധമില്ല. വരുന്നവരോട് ഇടണ്ട, അതുപോലെ കാശ് ആവശ്യമില്ല എന്നല്ല പറയണേ. പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് പൈസ വേണം. അതായത് ഇവിടെ കുരുതിയിലേക്ക് ആവാഹിച്ച് കലശം നടത്തുക, കുരുതി നടത്തുക, അതുപോലെ തന്നെ അതുപോലെ തന്നെ നൈവേദ്യ അർപ്പണം, അതിനൊക്കെ ഒരുപാട് ചിലവാണ്. പലരും വിചാരം ഒരു പൂവിട്ട് പൂജിക്കുന്നതാണ്, പൂവിട്ട് അർപ്പിച്ചാൽ അത് പൂജയെന്ന് കരുതുന്ന ആൾക്കാർ വരെ ഉണ്ട്. പൂജ എന്ന് പറഞ്ഞാൽ ചിലവുള്ളതാണ്. ഇനി പൂവിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ അറിയാം, ഒരു 1000-1500 രൂപയുടെ പൂവ് വേണം ഒരു ദിവസം നമുക്ക് പൂജ കാര്യങ്ങൾക്ക്. അതുപോലെ എണ്ണ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവുണ്ട്. അതല്ല, അപ്പോൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് പണം ആവശ്യമുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പലരോടും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്യിക്കുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്നൊരു പൂജ ചെയ്യിക്കുന്ന രീതി ഇവിടെ ഇല്ല. വരുന്നവരോട് മുഴുവൻ എന്തെങ്കിലും ചെയ്യുന്ന പറയുന്ന രീതി ഇവിടെ ഇല്ല. അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ചൈതന്യം വർദ്ധിക്കും. അതായത് സ്വാമിക്ക് അറിയാലോ, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ളത്. ഇത് എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളാണ് ഞാൻ ഇവിടെ ലാലൂർ ദേവസ്ഥാനത്ത്. ഈ ലാലൂർ ദേവസ്ഥാനം തുടങ്ങിയത് തന്നെ ഈ ഒരു ആത്മസംതൃപ്തി, എൻ്റെ ഒരു സ്വയം